എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC കഴിഞ്ഞ ശനിയാഴ്ച 14/6/2025 നടത്തിയ KAS ഓഫീസർ പേപ്പർ 2 പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 65/2025. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ശരി? സിദ്ധാന്തത്തിൽ ഡാഷും തുല്യമായിരിക്കണം, എന്നാൽ പ്രായോഗികമായി അവ വ്യത്യസ്ത സമീപനങ്ങളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനാൽ അവ സാധാരണയായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ 1 മാത്രം, ദേശീയ വരുമാനവും അറ്റദേശീയ ഉൽപ്പന്നവും. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സവിശേഷതകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ 1, 2, 3 മാത്രം. പദ്ധതിയുടെ അന്തിമ കരട് തയ്യാറാക്കിയത് DP ധർ ആണ്. ഇത് പ്രധാനമായും ഗരീബി ഹഠാവോ എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ലക്ഷ്യ വളർച്ചാ നിരക്ക് 4.4% എന്നാൽ യഥാർത്ഥ വളർച്ചാ നിരക്ക് 4.8% ആയിരുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ? ഓപ്ഷൻ ബി 1, 3 മാത്രം. രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നയങ്ങളും തന്ത്രങ്ങളും രൂപപ്പെടുത്തുക, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിലൂടെ സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുക. നെല്ലിനും ഗോതമ്പിനുമുള്ള MSP 2008-09 ക്വിൻ്റലിന് 850 രൂപയും 1080 രൂപയുമായിരുന്നത് 2023-24 ക്വിൻ്റലിന് ഡാഷുമായി വർദ്ധിച്ചു. ഓപ്ഷൻ സി 2300-2425. താഴെ പറയുന്ന പദ്ധതികൾ അല്ലെങ്കിൽ നയങ്ങൾ അവയുടെ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ എ 1B, 2C, 3D, 4A. കാർഷിക വായ്പാ പദ്ധതി. കാർഷിക ഇൻപുട്ടുകൾക്കായി കർഷകർക്ക് വായ്പാ ലഭ്യത ഉറപ്പാക്കുക. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI ഭക്ഷ്യസുരക്ഷ നിലനിർത്തുന്നതിനായി ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുക, ശേഖരിക്കുക, വിതരണം ചെയ്യുക. സുസ്ഥിര കൃഷിക്കായുള്ള ദേശീയ ദൗത്യം NMSA കൃഷിക്കായുള്ള ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും കാര്യക്ഷമമായ ജല ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന PMKSY പ്രകൃതി ദുരന്തങ്ങൾ മൂലമുള്ള നഷ്ടങ്ങൾക്ക് കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക. PMKSY പദ്ധതിയുടെ സവിശേഷതകളെ കൃത്യമായി പ്രതിനിധീകരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1, 3 മാത്രം. PMKSYയുടെ നീർത്തട ഘടകത്തിന് കീഴിൽ 2024-25 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ഉത്തർപ്രദേശും തുടർന്ന് ജാർഖണ്ഡുമാണ്. 2015 ജൂലൈ 1 പദ്ധതി ആരംഭിച്ചു. വാദം എ, കഴിഞ്ഞ ദശകത്തിൽ ഉൽപ്പാദന മേഖല ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് 5.2% കൈവരിച്ചു. 2023 സാമ്പത്തിക വർഷത്തിൽ 14.3% മൊത്ത മൂല്യവർദ്ധനവ് നേടി. കാരണം ആർ, സാമ്പത്തിക സർവേ പ്രകാരം ഉൽപ്പാദന മേഖല ഇന്ത്യൻ വ്യാവസായിക മേഖലയിൽ മുൻപന്തിയിൽ തന്നെ തുടരുന്നു. ഇത് ഗണ്യമായ മുന്നോട്ടുള്ള ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ എ എയും ആറും ശരിയാണ്. ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. താഴെ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ അവയുടെ വിഭാഗവുമായി പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ എ 1D, 2A, 3B, 4C. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, മഹാരത്ന, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, നവരത്ന, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, മിനിരത്ന 1 CPSES, നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, മിനിരത്ന 2 CPSES. ഇന്ത്യയിൽ പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ രാജസ്ഥാൻ. ഇന്ത്യൻ വിപണികളിലെ ന്യായമായ മത്സരം നിയന്ത്രിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCI സ്ഥാപിതമായ വർഷം?
ഓപ്ഷൻ ബി 2002. റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന് കീഴിൽ 2017 ആരംഭിച്ച ഭാരത് മാല പരിയോജനയുടെ പ്രധാന സവിശേഷത താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി സാമ്പത്തിക പരിഗണനകളുടെയും മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കുകളുടെയും സമഗ്രമായ 34,800 കിലോമീറ്റർ ശൃംഖലയുടെ വികസനം. പരിസ്ഥിതി വനം മന്ത്രാലയം ചാരം ഉപയോഗിച്ച് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? ഓപ്ഷൻ ബി 2 മാത്രം. ചാരം നീക്കം ചെയ്യുന്നതിനുള്ള ഭൂമിയുടെ ആവശ്യകത കുറയ്ക്കുക, ചാരം മൂലമുണ്ടാകുന്ന മലിനീകരണം പരിഹരിക്കുക. 1911 2011 സെൻസസ് പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, 1911 ഇന്ത്യയിലാകെ ജനസംഖ്യ 25,20,93,390 ആയിരുന്നു. പ്രസ്താവന 2, 2011 ഇന്ത്യയുടെ ജനസംഖ്യ 121,08,54,977 ആയി അതിവേഗം വർദ്ധിച്ചു. ഓപ്ഷൻ എ 1, 2 തുടങ്ങിയ 2 പ്രസ്താവനകളും ശരിയാണ്. 2023-24 പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്ന വിശദാംശങ്ങൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി 1, 2 മാത്രം. 2023-24 15 വയസ്സും അതിൽ കൂടുതലുമുള്ള വ്യക്തികളുടെ തൊഴിലില്ലായ്മ നിരക്ക് 3.2% 15 വയസ്സും അതിൽ കൂടുതലുമുള്ള ആളുകളുടെ നഗര തൊഴിലില്ലായ്മ നിരക്ക് 2025 സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ 6.4% ആയിരുന്നു. UNDP HDR 2023-24 താഴെ പറയുന്ന കണ്ടെത്തലുകൾ സൂചിപ്പിച്ചു. കണ്ടെത്തലുകളിൽ ഏതാണ് ശരി? താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1, 2, 3. ഇന്ത്യയുടെ മനുഷ്യ വികസന സൂചികയുടെ മൂല്യം 2022 0.644 ആയിരുന്നു. ലോകത്തിലെ 193 രാജ്യങ്ങളിൽ 134 സ്ഥാനത്താണ്. ഇന്ത്യയുടെ ലിംഗവികസന സൂചികയുടെ മൂല്യം 2022 0.852 ആയിരുന്നു. 2022 ജനനസമയത്ത് ആയുർദൈർഘ്യം 67.7 വർഷമായിരുന്നു. 2023-24 കമ്മി സ്ഥിതി വിവരക്കണക്കുകളുമായി ബന്ധപ്പെട്ട പട്ടിക 1 പട്ടിക 2 പൊരുത്തപ്പെടുത്തുക. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1C 2B 3A 4D. ധനകമ്മി 5.6, റവന്യൂ കമ്മി 2.6, പ്രാഥമിക കമ്മി 2.0, ഇഫക്റ്റീവ് റവന്യൂ കമ്മി 1.6. GST കൗൺസിൽ ഓഫ് ഇന്ത്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 2 മാത്രം. കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ഇന്ത്യയുടെ GST കൗൺസിലിൻ്റെ ചെയർമാൻ. 2024-25 സാമ്പത്തിക സർവേ ഇന്ത്യയുടെ ബാഹ്യമേഖലയുടെ താഴെ പറയുന്ന സ്ഥിതി പുറത്തുവിട്ടു. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1, 2, 3. 2025 സാമ്പത്തിക വർഷത്തിലെ ആദ്യ 9 മാസങ്ങളിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി $602.6 ബില്യൺ ആയിരുന്നു. 2024 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതി $682.2 ബില്യൺ ഡോളറിലെത്തി. 2024 സാമ്പത്തിക വർഷത്തിലെ ആദ്യ 8 മാസങ്ങളിൽ $47.2 ബില്യൺ നിന്ന് 2025 സാമ്പത്തിക വർഷത്തിലെ ഇതേ കാലയളവിൽ $55.6 ബില്യൺ ആയി മൊത്ത FDI ഒഴുക്ക് വർദ്ധിച്ചു. 2024-25 സാമ്പത്തിക സർവേ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 2 ഇവ രണ്ടും. 2025 സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മി GDPയുടെ 1.2% ആയിരുന്നു. 2024 സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മി GDPയുടെ 1.3% ആയിരുന്നു. 2023-24 കേരളത്തിൻ്റെ സാമ്പത്തിക പ്രകടനം എല്ലാ മേഖലകളിലും ശക്തമായ വളർച്ചയാണ് പ്രകടമാക്കിയത്. 2022-23 മുതൽ
24 വരെയുള്ള മേഖലാ വളർച്ചയിലെ മാറ്റങ്ങളെ ശരിയായി പ്രതിനിധീകരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ എ, പ്രാഥമിക മേഖലയുടെ വളർച്ച 0.9% നിന്ന് 4.7% വർദ്ധിച്ചപ്പോൾ ദ്വിതീയ മേഖല 3.2% നിന്ന് 4.1% വളർന്നു. കേരളത്തിൻ്റെ രണ്ടാം ഘട്ട വികേന്ദ്രീകരണത്തിൻ്റെ പ്രധാന സ്വഭാവം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി, രാഷ്ട്രീയവും ഭരണപരവുമായ പിന്തുണ വർദ്ധിപ്പിച്ചു. ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2024 പ്രകാരം തൊഴിൽ ചെയ്യാൻ കഴിയുന്ന പ്രതിഭകൾക്ക് ഏറ്റവും നല്ല സംസ്ഥാനമായി കേരളത്തെ തിരഞ്ഞെടുത്തു. ഈ റാങ്കിങ്ങിന് കാരണമാകുന്ന പ്രധാന ഘടകം ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. കേരളത്തിൻ്റെ ഉയർന്ന പ്രതിശീർഷ GSDPയും കുറഞ്ഞ ബഹുമുഖ ദാരിദ്ര്യ സൂചിക, SDG ലക്ഷ്യം 4-ൽ സംസ്ഥാനത്തിൻ്റെ മുൻനിര റാങ്കിംഗ്, സംസ്ഥാന ബിസിനസ് പരിഷ്കാര പ്രവർത്തന പദ്ധതി, 2022 മുൻകൈയെടുത്ത നയപരിഷ്കാരങ്ങൾ. കേരളത്തിലെ സഹകരണ മേഖലയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ സഹകരണ സംഘങ്ങളുള്ളത് കേരളത്തിലാണ്. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരളത്തിൽ യുവജന സഹകരണ സംഘങ്ങൾ നിലവിൽ വന്നു. എല്ലാത്തരം സഹകരണ സംഘങ്ങളിലും ഏറ്റവും വലുത് ഉപഭോക്തൃ സഹകരണ സംഘങ്ങളാണ്. കേരളത്തിൽ 16,000-ലധികം രജിസ്റ്റർ ചെയ്ത സഹകരണ സംഘങ്ങളുണ്ട്. പക്ഷേ 50% താഴെ മാത്രമേ സജീവമായിട്ടുള്ളൂ. ഏതാണ് തെറ്റ്? ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. 2023-24 SDG ഇന്ത്യ സൂചികയിൽ കേരളം 1-ാം സ്ഥാനത്തെത്തിയത് ഏത് 2 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലാണ്? ഓപ്ഷൻ ബി, ലക്ഷ്യം 2 വിശപ്പുരഹിതം, ലക്ഷ്യം 4 ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. കേരളത്തിലെ ആദ്യത്തെ IT കോറിഡോർ ഏത് ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ, NH-66. 1963 കേരള ഭൂപരിഷ്കരണ നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത്? ഓപ്ഷൻ ബി, കുടിയാൻ നിർത്തലാക്കുകയും കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യുക. കേരളത്തിലെ താഴെ പറയുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികളെ അതത് ഗുണഭോക്തൃ ഗ്രൂപ്പുകളുമായി പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ എ 1B, 2A, 3D, 4C. കാരുണ്യ ആരോഗ്യ പദ്ധതി, ഗുരുതര രോഗബാധിതർ, പ്രവാസി ക്ഷേമനിധി, പ്രവാസി കേരളീയർ, കിസാൻ അഭിമാൻ പദ്ധതി, ചെറുകിട നാമമാത്ര കർഷകർ, കേരള കർഷക തൊഴിലാളി പെൻഷൻ പദ്ധതി, വയോധിക കർഷക തൊഴിലാളികൾ. ഉത്തരവാദിത്ത ടൂറിസം രീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേരള ടൂറിസം സംരംഭം ഏതാണ്? ഓപ്ഷൻ സി, ഉത്തരവാദിത്ത ടൂറിസം മിഷൻ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന തന്ത്രങ്ങളിലൊന്ന് എന്താണ്? ഓപ്ഷൻ സി, പ്രവേശനം വർദ്ധിപ്പിക്കുകയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ആർദ്രം മിഷന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ സി, സർക്കാർ ആശുപത്രികളെ കൂടുതൽ ജനസൗഹൃദം ആക്കുക. കേരളത്തിൽ വരൾച്ചയുടെ ആവൃത്തി വർദ്ധിക്കുന്നതിന് കാരണമാകാത്ത ഘടകം ഏതാണ്? ഓപ്ഷൻ ബി, വ്യവസായവൽക്കരണം. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സ്വഭാവത്തെയും വ്യാപ്തിയെയും ഏറ്റവും നന്നായി നിർവചിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ബി, പ്രകൃതി പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ ശാസ്ത്രം വ്യവസ്ഥാപിതമായ അന്വേഷണം ഉൾപ്പെടുന്നു. അതേസമയം സാങ്കേതിക വിദ്യ ഈ അറിവ് പ്രായോഗിക നേട്ടങ്ങൾക്കായി പ്രയോഗിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയെയും നവീകരണങ്ങളെയും കുറിച്ചുള്ള ദേശീയ നയങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ സി, രാജ്യത്തുടനീളം ഗവേഷണം, നവീകരണം, സുസ്ഥിര വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക. പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്കും നവീകരണത്തിനും നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾക്ക് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ, ഡോക്ടർ APJ അബ്ദുൽ കലാം. ICTയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രധാനമായും ലക്ഷ്യമിടുന്ന സർക്കാർ സംരംഭം ഏതാണ്? ഓപ്ഷൻ എ, ഡിജിറ്റൽ ഇന്ത്യ. നെറ്റിക്വറ്റ് സൂചിപ്പിക്കുന്നത്?
ഓപ്ഷൻ ഡി ഓൺലൈനിൽ ആശയവിനിമയം നടത്തുമ്പോൾ മാന്യവും ധാർമ്മികവുമായ പെരുമാറ്റത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് എന്നിവയുടെ ഗുണങ്ങളെ ഏറ്റവും നന്നായി വിവരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ബി അവ വിവിധ മേഖലകളിൽ ഓട്ടോമേഷൻ വർദ്ധിപ്പിക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും കൃത്യത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഭരണത്തിൽ ICT എന്ത് പങ്കാണ് വഹിക്കുന്നത്? ഓപ്ഷൻ സി ഇത് ഭരണനിർവഹണം കാര്യക്ഷമമാക്കുകയും പൗരന്മാർക്കുള്ള സേവന വിതരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഗഗൻയാൻ ബഹിരാകാശ യാത്രിക പരിശീലനത്തിൻ്റെ ഭാഗമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ന്യൂക്ലിയർ റേഡിയേഷൻ ഷീൽഡിംഗ് ടെസ്റ്റുകൾ. പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനങ്ങൾ വികസിപ്പിക്കുന്നതിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വെല്ലുവിളിയല്ലാത്തത്? ഓപ്ഷൻ ബി കുറഞ്ഞ ചെലവിലുള്ള ഇന്ധന ലഭ്യത. താഴ്ന്ന ഭൂമി ഭ്രമണപഥത്തിൽ 40 കിലോഗ്രാം ക്ലാസ് പേലോഡുകൾ സ്ഥാപിക്കാൻ കഴിവുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണാത്മക ഉപഗ്രഹ വിക്ഷേപണ വാഹനം ഏതാണ്? ഓപ്ഷൻ സി SLV-3. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് ഏതാണ്? ഓപ്ഷൻ എ രാജസ്ഥാനിലെ ദാദിയ സോളാർ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം ഏതാണ്? ഓപ്ഷൻ എ കൂടംകുളം ആണവ നിലയം. ഇത് ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിൻ്റെ ലക്ഷ്യം അല്ല. ഓപ്ഷൻ ഡി മറ്റ് ആണവായുധങ്ങളെ അപേക്ഷിച്ച് ഹൈഡ്രജൻ ആയുധങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഇന്ത്യയിൽ സെലിനിയം മലിനമാകാനുള്ള ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം 1, 2, 3. വ്യാവസായിക സ്രോതസ്സുകൾ, കാർഷിക രീതികൾ, ഭൂഗർഭജലം. ഓസോൺ ശോഷണ വസ്തുക്കൾക്കുള്ള ബദലുകൾ ഇവയ്ക്ക് കാരണമായി. അന്തരീക്ഷത്തിൽ ഓസോൺ ഉത്പാദനം, ഹരിതഗൃഹ പ്രഭാവത്തിൻ്റെ വർധനവ്, ഉയർന്ന ആഗോളതാപന സാധ്യതയുള്ള സംയുക്തങ്ങളുടെ ഉൽപ്പാദനത്തിൽ വർധനവ്. നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ 2, 3 മാത്രം. ഹരിതഗൃഹ പ്രഭാവത്തിൽ വർധനവ്, ഉയർന്ന ആഗോളതാപന സാധ്യതയുള്ള സംയുക്തങ്ങളുടെ ഉൽപ്പാദനത്തിൽ വർധനവ്. ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ ബി 1, 4 മാത്രം. ഹരിതഗൃഹവാതക സാന്ദ്രതയിൽ സ്ഥിരത കൈവരിക്കുക, ഭക്ഷ്യോൽപാദനം ഭീഷണിയിലാകുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഒരു സങ്കേതം, ദേശീയോദ്യാനം തുടങ്ങിയ സംരക്ഷിത വനത്തിൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ വികസന പദ്ധതികൾ ആരംഭിക്കാൻ കഴിയും. നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 2 മാത്രം. വന്യജീവികൾക്കായുള്ള ദേശീയ ബോർഡിൻ്റെ അനുമതി ആവശ്യമാണ്. പരിസ്ഥിതി സംവേദനക്ഷമതയുള്ള മേഖലകൾ ഇവയാണ്. നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 1 മാത്രം. ദേശീയോദ്യാനങ്ങളെയും സങ്കേതങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള 1986 പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്ത പ്രദേശങ്ങൾ മുതലായവ. കാർബൺ ഓഫ്സെറ്റിനെ കുറിച്ചുള്ള ഏത് പ്രസ്താവനകൾ ശരിയാണ്? ഓപ്ഷൻ എ 1, 3 മാത്രം. ഹരിതഗൃഹ ഉദ്വമനം കുറയ്ക്കുന്നതിനുള്ള ക്രെഡിറ്റുകളാണ് കാർബൺ ഓഫ്സെറ്റുകൾ. കാർബൺ ഓഫ്സെറ്റുകൾ അളക്കുകയും മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമായി വിൽക്കുകയും ചെയ്യുന്നു. അടുത്തതായി ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് സിനോണിം ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ്. The young lawyer spoke with deference to the judge, acknowledging her years of experience and wisdom. Deference. Option B, humble, submission and respect. Complete the sentence using the present perfect tense form and mark your answer in the response sheet. They dash each other since their childhood. Option B, have known. Choose appropriate connectives and mark your answer in the response sheet. Dash the opportunity arises, seize it without hesitating, dash fearing dash you might fail. Option D, whenever or that. Convert the sentence into complex sentence and mark your answer in the response sheet. He was indifferent and they punished him. Option C, as he was indifferent, they punished him.
Complete the sentence using a suitable preposition and mark your answer in the sponge sheet. I filled the tank, but unfortunately I filled it dash the wrong kind of fuel. Option C, with. Choose an appropriate phrasal verb. They were walking too fast. I could not dash with them. Option B, keep up. Fill in with appropriate pronouns. It's an interesting book. I have read this long ago. It is not mine. It is dash. Option A, hers. Rewrite the sentence using correct punctuation. Even though it was late, almost midnight, she continued reading her book, unable to put it down, knowing that she would regret staying up so late. Option C. Even though it was late, almost midnight, she continued reading her book, unable to put it down, knowing that she would regret staying up so late. Correct the error, if any, in the given sentence. The sceneries are beautiful. Option C. The scenery is beautiful. Complete the sentence using the correct verb. The lifespan of certain species dash very short. Option B is. Add a suitable question tag. We used to study together. Option C, didn't we? Insert the most suitable adverb, of course. He was late for the meeting dash he missed the initial proceedings of the event. Option A, consequently. Use the adjective provided in the bracket in appropriate position. She found books to be her only source of happiness. Rare. Option C, she found rare books to be her only source of happiness. Choose the correct active voice and mark your answers. The lesson was explained by the teacher clearly. Option C, the teacher explained the lesson clearly. Use the appropriate relative pronoun to complete the sentence. That is the girl dash we met yesterday. Option B, whom. Insert the correct tense forms and mark your answers. When they realized I dash at them, they dash away. Option B, was looking, turned. Select an appropriate idiom and complete the sentence. She didn't mean to dash, but she accidentally revealed the surprise party details. Option B, spill the beans. Find the antonym for the underlined word and mark your answer. They concealed the matter. Concealed. Option C, unveiled. Choose the correct word order. Park, the, to, went, children, the, yesterday. Option A, the children went to the park yesterday. Convert the reporter's speech. She said, I met him yesterday. Option B, she said that she had met him the previous day. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. വസന്തർത്തു എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ ബി, വസന്ത പ്ലസ് ഋതു. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത്? ഓപ്ഷൻ സി, നോക്കി നോക്കി. സമൃദ്ധി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ ഡി, സം പ്ലസ് ഹൃദയ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രയോഗം ഏത്? ഓപ്ഷൻ സി, വറുത്ത ചക്ക.
കാറ്റ് എന്നർത്ഥം വരാത്ത പദമേത്? ഓപ്ഷൻ എ അനലൻ. വേറിട്ട പദജോടി ഏത്? ഓപ്ഷൻ എ ഇരിക്കണം ഇരിക്കണം. തെറ്റായ പദമേത്? ഓപ്ഷൻ ബി പ്രദക്ഷിണം. ശരിയായ പ്രയോഗമേത്? ഓപ്ഷൻ എ ദൈനം ദിനാവശ്യം. ശരിയായ പദമേത്? ഓപ്ഷൻ ഡി യാദൃച്ഛികം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ പരകീയമല്ലാത്ത മലയാള പദമേത്? ഓപ്ഷൻ ഡി കടൽ. ഭൂമിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദമേത്? ഓപ്ഷൻ എ ഭൗമികം. കില്ലില്ലയെ ഭ്രമരവരിനെ നീ വരിച്ചു തെല്ലെങ്കിലും ശലഭമേനിയെ മാനിയാതെ. ഈ വരികളിൽ വണ്ട് എന്നർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ ഡി ഭ്രമരം. പുരോഗതി എന്ന പദത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ വിപരീത പദമേത്? ഓപ്ഷൻ ഡി പശ്ചാത്ഗതി. അറിയാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമേത്? ഓപ്ഷൻ ബി ജിജ്ഞാസ. ജനനം മുതൽ മരണം വരെ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്ന ഒറ്റപ്പദം? ഓപ്ഷൻ ബി ആജീവനാന്തം. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏത്? ഓപ്ഷൻ സി വിദുഷി. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുവചനാർത്ഥമില്ലാത്തത് ഏത്? ഓപ്ഷൻ സി അവർകൾ. ജലം എന്നർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ എ വനം. ആധുനികതയ്ക്ക് ശേഷം അതിൻ്റെ തന്നെ പ്രവണതകളെ നിലനിർത്തിക്കൊണ്ട് ഉത്തരാധുനികമായത് കണ്ടെത്താൻ ശ്രമിക്കുന്ന സാഹിത്യ പഠന മേഖലയിൽ ഘടനാവാദികൾ തുറന്നിട്ട പരിഷ്കാര നടപടികൾ എന്നും പ്രസക്തമാണ്. ഈ വാക്യത്തിലെ പ്രധാന ആശയം എന്താണ്? ഓപ്ഷൻ ഡി സാഹിത്യ പഠന മേഖലയിൽ ഘടനാവാദികളുടെ പരിഷ്കാര നടപടികൾ പ്രസക്തമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ ബി ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം. ഞായരോടൊപ്പം ഉണർന്നു ഞാൻ. ഈ വരികളിലെ ഞായർ എന്ന പദത്തിനർത്ഥം? ഓപ്ഷൻ എ സൂര്യൻ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യമേത്? ഓപ്ഷൻ ഡി രക്ഷാകർത്താക്കൾ അയാളെ വിദ്യാഭ്യാസമൊന്നും ചെയ്യിച്ചില്ല. നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നതിന് സമാനമായി ഔദ്യോഗിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മലയാള പദം ഏത്? ഓപ്ഷൻ സി നിരാക്ഷേപ പത്രം. അന്യത്ര സേവനം എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പദമേത്? ഓപ്ഷൻ ബി ഡെപ്യൂട്ടേഷൻ. തീയില്ലാതെ പുകയില്ല എന്ന ശൈലിയുടെ അർത്ഥം? ഓപ്ഷൻ എ കാര്യവും കാരണവും പരസ്പരാശ്രിതമാണ്. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ സി നിരന്തരമായ പ്രയത്നം വിജയത്തിലെത്തിക്കും. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. ഈ ചൊല്ലിന് ഏറ്റവും സമാനമായ മലയാളത്തിലെ പഴഞ്ചൊല്ലേത്? ഓപ്ഷൻ ബി വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ ഭാഗമേത്? മലയാളത്തിലെ പ്രശസ്ത കവിയായ കുഞ്ഞിരാമൻ നായരുടെ ഷഷ്ടി പൂർത്തിയോടനുബന്ധിച്ചാണ് ആറ്റൂർ രവിവർമ്മ തൻ്റെ മികച്ച കവിതകളിലൊന്നായ മേഘരൂപൻ എഴുതിയത്. ഓപ്ഷൻ ബി ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിനാൽ അവനെ താൽക്കാലികമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഈ വാക്യത്തിൻ്റെ ശരിയായ വിവർത്തനം ഏതാണ്? ഓപ്ഷൻ എ ഹി ഈസ് ടെമ്പററിലി സസ്പെൻഡഡ് ഫ്രം വർക്ക് ഡ്യൂ ടു ഡെറലിക്ഷൻ ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടി. സാമാന്യം എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥത്തിൽ പ്രയോഗിക്കുന്നത്? ഓപ്ഷൻ ഡി വിശേഷം. മേൽ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങൾ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.